ഏച്ചിക്കാനം അത്തിക്കോത്ത് സ്വദേശി ലീലയുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു. രാജപുരം സെന്റ് പയസ് കോളേജ് NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലീലയ്ക്കായി നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽ കൈമാറി. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് ഏച്ചിക്കാനം അത്തിക്കോത്ത് സ്വദേശിയായ ലീലയ്ക്ക് സുരക്ഷിതമായ ഒരു തണലൊരുക്കാൻ NSS യൂണിറ്റിന് സാധിച്ചത്. കോളേജ് ബർസാർ ഫാദർ ജോബിൻ പ്ലാച്ചേരിപ്പുറത്ത് വീടിന്റെ താക്കോൽ കൈമാറി. പഠനത്തിനൊപ്പം തന്നെ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് താക്കോൽദാനം നിർവഹിച്ചുകൊണ്ട് ഫാദർ ജോബിൻ പ്ലാച്ചേരിപ്പുറത്ത് പറഞ്ഞു. ഇപ്പം നിങ്ങൾ കുറച്ചുപേരെങ്കിലും ഇതിനായിട്ടൊരു അധ്വാനിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ഇന്ന് നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വരണമെങ്കിൽ അത് നിങ്ങൾക്കൊരു സന്തോഷം ലഭിച്ചതുകൊണ്ട് തന്നെയാണ്. കാരണം നമുക്കറിയാം, നമ്മളുടെ അധ്വാനം മൂലം ഒരു കുടുംബത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നന്മയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതിൻ്റെ പൂർത്തീകരണം എന്ന് പറയാം. സാറ് പറഞ്ഞു, വിശേഷങ്ങൾ കുടുംബത്തിൽ നടക്കാൻ പോകുന്നതിന് മുമ്പ് ഇന്ന് പൂർത്തീകരിച്ച് കൈമാറണമെന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിന്ന് പൂർത്തീകരിച്ചു. നല്ലൊരു ഭവനം. നമുക്കറിയാം, അതിൻ്റെ പിന്നിലുള്ള അധ്വാനത്തെക്കുറിച്ച് ടീച്ചറൊക്കെ ആദ്യമേ തന്നെ സംസാരിച്ചു. അത് അത്രമാത്രം അധ്വാനിച്ച് ഈ ഒരു സ്ഥലം കണ്ടെത്തി ഞങ്ങൾക്ക് കടന്നു വന്നപ്പോൾ തന്നെ ഈ ഒരു ഏരിയനെ കുറിച്ച് ചിന്തിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ നിങ്ങൾ ക്യാമ്പുകൾ നടത്തി ഇത് മനോഹരമാക്കി നമ്മളുടെ ഒരു അധ്വാനം, നമ്മളുടെ എഫേർട്ടും നമുക്ക് ഒരു ആത്മീയ സന്തോഷം നമുക്ക് ലഭ്യമാക്കുന്നത് നമ്മളുടെ ഒരു എഫേർട്ടും കൂടെ അതിൻ്റെ അകത്ത് വരുമ്പോഴാണ്. തീർച്ചയായിട്ടും ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജു ജോസഫ് അധ്യക്ഷനായിരുന്നു. വീട് എന്ന ലീലയുടെ ജീവിതകാലത്തെ സ്വപ്നം NSS വഴി നടത്തിക്കൊടുക്കാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. നമുക്കറിയാം, ധാരാളം പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. സ്ഥലം തൊട്ട് സർക്കാരിനെ കൊണ്ട് റീസർവേ ചെയ്യിപ്പിക്കേണ്ട വരെ സാഹചര്യം ഉണ്ടായെന്ന് അജോ സാർ പറഞ്ഞു. അതുപോലെ നമുക്കറിയാം, നമ്മൾ പല പ്രോജക്റ്റുകളും നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചോർച്ചകളൊക്കെ നമ്മൾ കണ്ടു നിന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ NSS ഒരു എഫേർട്ട് ഇട്ടത് കൊണ്ട് അതിൻ്റെ ചോർച്ചയൊക്കെ കുറേയെങ്കിലും തടയാൻ നമുക്ക് സാധിച്ചു. അത് മനോഹരമായ ഒരു ഭവനമായി തീർന്നു. മുൻ NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ഇ പാർവതി, അജോ ജോസ്, മുൻ വളണ്ടിയർ സെക്രട്ടറി വിഷ്ണു വത്സൻ, തദ്ദേശവാസിയും മുൻ നഗരസഭാ കൗൺസിലറുമായിരുന്ന അജയകുമാർ നെല്ലിക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.